അളിയ 2000 രൂപ ചോദിക്കുന്നു. ഇല്ലാന്ന് പറഞ്ഞില്ല. ഇല്ല, തരത്തില്ല. ഇവ ശരിയാകത്തില്ല. നിനക്ക് എന്തുണ്ട് 2000 രൂപ? അച്ഛൻ ആശുപത്രിയിൽ. എന്നാ ഒരു 500 രൂപ തരാം. അവര് അരക്കല്ലേ തയ്യുള്ളൂ. അച്ഛൻ അരക്കിതായിട്ട് തളർന്ന് കിടക്കണ അളിയ. ഒരു 2000 രൂപ അളിയ എന്തോ അളിയ. ഇല്ല നിന്റെ ഉടായ്പം കൊണ്ടുപോ. നീ സ്ഥിരം പരിപാടി ജോലിക്കും കൂലിക്കും പോകത്തില്ല. ഇവിടെ വന്ന് നീ കൂടെ പഠിച്ചു എന്നുള്ള ഒരൊറ്റ ബന്ധം കൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തൊന്നും പറയാത്തത് കേട്ടോ. അതെനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ മറ്റേ പഴയ കഥ നിക്കറിന്റെ കഥയൊക്കെ ഞാൻ പറയില്ലേ. നിക്കർ ഇത് ഈ സംഭവം നീ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു നിക്കർ എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ എൻ്റെ നിക്കറിൽ ഒരു പഴുതാരയുടെ ടാറ്റു അടിച്ചു. അതാണ് ഇത്ര വലിയ കുറ്റം. എന്നാലും 3 കയറി നിക്കർ നീ തച്ചിട്ടെന്ന് പറയരുത്. പഴുതാരയുടെ ടാറ്റു. നിനക്ക് ഞാൻ ഒരു 1000 രൂപ തരും. ഇത് നിന്റെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടിട്ടല്ല. ഈ നിക്കർ കഥ ഇനി ആരും പറയാതിരിക്കാനാ. ഓക്കെ, കണക്ക് നോക്കുകയാണെങ്കിൽ നീ എനിക്ക് പൈസ ഇങ്ങോട്ട് തരാണ്ട്. പൈസ തരണ. എടാ, സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ പ്രാവിന്റെ കുഞ്ഞു തരാന്ന് പറഞ്ഞോണ്ട് നീ എന്റെ പൈസ വാങ്ങിച്ചാ. ഓർമ്മ. ഓ, അതെല്ലാം മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ നീ എനിക്ക് പൈസ തരണ്ട്. ഞാൻ അങ്ങനെ പൈസ തരണ്ട്. സ്കൂളിൽ പഠിച്ചപ്പോ ദിനോസറിന്റെ കുഞ്ഞിനെ തരാന്ന് പറഞ്ഞിട്ട് 10 രൂപ നീ വാങ്ങിച്ചില്ല. വാങ്ങിച്ചില്ലേ? എന്നിട്ട് കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചപ്പോ നീ തോന്നുന്നു മാവിന്റെ മൂട്ടി കെട്ടിയിട്ടാണ് ആരാ അഴിച്ചോണ്ട് പോയത് ദിനോസറിന്റെ കുഞ്ഞിനെ. 1010 രൂപ. 10 രൂപ കൂടെ ചേർത്ത് ഞാൻ അങ്ങ് തരും. ഇനി യാതൊരു ബന്ധമല്ല. നീ ചുമപ്പോ 2000 തേച്ച് താളിയാ തരത്തില്ല. ചേട്ടാ